25 ദിവസം അധികം പഠനം നടത്തിയുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസം നമ്മൾ 18ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മാറൂല. കാരണം അവിടെ പറയുന്നത് കുട്ടികൾക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യുന്നിടത്ത്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യുന്നിടത്താണ് കേരളത്തിലെ അത്തരമൊരു സർവേയാണ് നടന്നത്. അതിൻ്റെ ബേസിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം പിന്നിലാണ് എന്ന് പറയുന്നത്. അത് ദിവസം കൂട്ടിക്കൊണ്ട് മാറൂല. കുട്ടികൾ തന്നെയാണ് പഠിക്കുന്നത്, അല്ലാതെ അധ്യാപകൻ പഠിപ്പിക്കുന്നതല്ല. അതിന് വേണ്ട ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ടീച്ചർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ആ രീതിയിലുള്ളൊരു പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രെയിനിങ്ങുകളിലൊക്കെ ഇന്ന് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക് കലണ്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കറിയാം. ഓരോ അധ്യയന വർഷവും കടന്നു വരുമ്പോൾ അധ്യയന വർഷത്തിലെ അധ്യയന ദിവസങ്ങൾ നിശ്ചയിക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ കലണ്ടർ, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു വിവാദം നിലനിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ കലണ്ടറിൽ 200 പ്രവൃത്തി ദിനങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടറിൽ 220 പ്രവൃത്തി ദിനങ്ങൾ ഉൾക്കൊള്ളുന്നു. ശനിയാഴ്ച ദിവസങ്ങൾ ആണ് കൂടുതലായി ഇതിനുവേണ്ടി, അഥവാ കൂടുതൽ ദിവസങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വ്യത്യസ്തമായ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്നടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു പരിഷ്കരണമാണോ ഈ ഒരു രംഗത്ത് സർക്കാർ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്? നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ചു കാലമായിട്ട് ഈ വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രശ്നങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവായി ജനങ്ങളുടെ മനസ്സിലുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ ചിന്തിച്ചാൽ തോന്നാവുന്നത് എന്തായാലും 10-15 ദിവസമോ 25 ദിവസവും കൂടെ അധികം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കൂലേ? അപ്പോൾ ഈ അധ്യാപക പരീക്ഷകൾ എന്തിനാണ് ഇതിനെതിരെ ഇത്രയേറെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതെന്നായിരിക്കും നീ തോന്നുക. അപ്പോൾ മന്ത്രി ഈ എടുത്ത നിലപാട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത ഈ നിലപാടിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പാർട്ടി പ്രവർത്തകനായിട്ടുള്ള മന്ത്രിയുടെ ശിവൻകുട്ടിയുടെ പാർട്ടിയിൽ തന്നെയുള്ള സജി ചെറിയാൻ, മുൻ മന്ത്രി കൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു ചെറിയൊരു കമൻറ്റ് സ്വകാര്യ യോഗത്തിലാണെന്ന് പറയുന്നു നടത്തി. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല എന്നുള്ളത്. നമ്മളൊരു 4-5 മാസം മുൻപ് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് തന്നെ അദ്ദേഹം ഇതുപോലൊരു SCRT ഡയറക്ടറിൽ തന്നെ വളരെ സമാനമായിട്ടൊരു കമൻറ്റ് നമ്മൾ കേട്ടിരുന്നു. അധ്യാപകരോട് അദ്ദേഹം സംവേദിക്കുന്ന സമയത്ത് എന്താണ് യാഥാർത്ഥ്യബോധത്തോടെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ മന്ത്രി ഇത് കേട്ട ഉടനെ ചെയ്തത്, ഈ സജി ചെറിയാൻ്റെ കമൻറ്റ് കേട്ട ഉടനെ ചെയ്തത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. പ്രീ പ്രൈമറി UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഇതിലെല്ലാം ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല നാഷണൽ ഇൻഡെക്സിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളം തന്നെയാണ് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് കാര്യത്തെ ഈ ഒരു യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മാറ്റത്തിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇവിടെ ഒരു അഡ്മിറ്റൻസ് നടത്തിയാൽ മതിയായിരുന്നു കുറച്ചെങ്കിലും. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ നാഷണൽ ഇൻഡെക്സിൽ ഇപ്പോൾ എത്രാം സ്ഥാനത്താണ് നിൽക്കുന്നതിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മളിവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്ത് ചെയ്യുന്ന അന്നും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്ത വളരെ ഒരു നിഷ്കളങ്കമായ രീതിയിലുള്ള ഒരു കമൻറ്റാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷെ നമ്മൾ നോക്കണം, ചിലപ്പോൾ ഇവിടെ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില പരിഷ്കരണങ്ങൾക്ക് വേണ്ടി ഈ സർക്കാരിൻ്റെ 10 കൊല്ലത്തിനിടയിൽ തന്നെ കൊണ്ടുവന്ന മാറ്റങ്ങളൊന്നാലും ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ ഓഫ് ദ ക്ലാസ് റൂംസ് വന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഒന്ന് പഠനത്തിന് വിധേയമാക്കണ്ടേ? ഇതേപോലെ തന്നെ ഇപ്പോൾ ടിങ്കർ ലാബുകൾ പല സ്കൂളുകളിലും ലക്ഷക്കണക്കിന് രൂപ ചെയ്തു, അതിന്ന് എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ ഇങ്ങനെ ഇന്നവേഷൻസിന് വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങൾ, മറ്റു രീതിയിലുള്ള പദ്ധതികൾ, ഇതിനേക്കൊന്ന് വിലയിരുത്തിക്കൊണ്ട് അതിൽ പറ്റിയ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തി വെറുതെ ഒരു ഫണ്ടിങ് നടത്തുന്നതിന് പകരം കൃത്യമായി എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് കുറേ ദിവസം പഠിപ്പിച്ചാൽ കുട്ടികൾ കുറേ പഠിക്കുന്നുള്ളതിന് തെറ്റിദ്ധാരണയാണ്. ടീച്ചേഴ്സിൻ്റെ ഒരു സ്കില്ലുണ്ട്.
ടീച്ചിങ് സ്കില്ലുണ്ട്, അതിനകത്ത് കൊണ്ടുവരേണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത് അവരെ എംപവർ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടുകയല്ല, ഒരു പക്ഷേ നമ്പർ ഓഫ് ട്രെയിനിങ് ഡേയ്സ് കൂട്ടിയാൽ പോലും അത് അതിനേക്കാളും നല്ലതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ടീച്ചേഴ്സിനെ കൂടുതൽ എംപവർ ചെയ്യുകയും കുറച്ച് പഠിപ്പിച്ച് കൂടുതൽ പഠിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. പിന്നെ ഈ പഠന രീതിയിൽ തന്നെ പറയുന്നതാണ് പഴയ പോലെയുള്ള ടീച്ചിങ് അല്ല, ലേണിംഗ് പ്രോസസ്സാണ്. കുട്ടികൾ തന്നെയാണ് പഠിക്കുന്നത്, അല്ലാതെ അധ്യാപകൻ പഠിപ്പിക്കുന്നതല്ല. അതിന് വേണ്ട ഒരു ഫെസിലിറ്റേറ്ററായിട്ടാണ് ടീച്ചർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഒന്നത്. രണ്ട്, യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രെയിനിങ്ങുകളിലൊക്കെ ഇന്ന് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ടീച്ചേഴ്സിന് ഇതൊന്നും തന്നെ പഠിപ്പിക്കുന്നത്. ഓർക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരെ എവിടെ കക്കൂസിൽ എങ്ങനെ പോകേണ്ടത്, ഒന്നിച്ച് പോകണോ, ഒറ്റയ്ക്ക് പോകണോ, അല്ലെങ്കിൽ ഇവർക്ക് ജെൻഡറുണ്ടോ, ജെൻഡറിൽ അങ്ങനെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് എങ്ങനെയാണ് അവരെത്തിക്കാൻ പറ്റുക? അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പഠനങ്ങളും അതിനു വേണ്ടിയുള്ള യോഗങ്ങളോ അല്ലെങ്കിൽ സഹവാസങ്ങളോ ഇതിനെക്കുറിച്ച് മാത്രമാണ് സർക്കാർ ചിന്തിക്കുന്നത്. അതിലാണ് അവരുടെ ഫോക്കസും കിടക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇത് DPEP നടപ്പാക്കിയ സമയത്ത് ഇവിടെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ വലിയ ചില സംവാദങ്ങളുണ്ടായി. ആ സംവാദത്തിൻ്റെ കാതൽ എന്തായിരുന്നു വെച്ചാൽ, ഇടതുപക്ഷ ഗവൺമെൻറ് വിദേശ സഹായം സ്വീകരിച്ചു എന്നുള്ളായിരുന്നു. അതേതാണ്ട് അന്ന് പരമേശ്വരനെ പോലുള്ളവരൊക്കെ അംഗീകരിച്ചു. അത് ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല, വേറൊരു കൈ കൂടെയാണ് എന്ത് ചെയ്തത്, അത് വാങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫണ്ടിങ് എന്നുള്ള വിദേശ ഫണ്ട് ഒരിക്കലും ഇവിടുത്തെ കമ്മ്യൂണിസത്തെയോ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വികസന മാതൃകയോ പരിപോഷിപ്പിക്കാൻ വേണ്ടി നൽകൂല എന്നുള്ളത് ഏത് കുട്ടിക്കും അറിയാം. അപ്പോൾ കൃത്യമായ താല്പര്യങ്ങളോടെ നൽകപ്പെട്ട ഫണ്ടുകളായിരുന്നു. അങ്ങനെയുള്ളൊരു ഫണ്ടിങ് ചെയിനിലേക്ക് അതിൻ്റെ പല രൂപത്തിലുള്ള ഫണ്ടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന സാധ്യതകളിലേക്ക് നിർഭാഗ്യവശാൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരും വീണിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ടറിയാം, ഇപ്പറയുന്ന രൂപത്തിലുള്ള ജെൻഡർ ന്യൂട്രൽ വിഷയങ്ങൾ അത് ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഫണ്ടിങ്ങാണ് നടക്കുന്നത്. അത് ലഭ്യമാക്കാൻ വേണ്ടതും തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യലാണ്. അത് പ്രൊമോട്ട് ചെയ്യുന്ന NGOsന് അത് കിട്ടും, അത് ആരാണെങ്കിലും കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ളൊരു താല്പര്യത്തിലേക്ക് മാറിപ്പോയി എന്നുള്ളത് വലിയൊരു ദുരന്തമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നേരത്തെ ഈ ഒരു സംസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ചില പങ്കുവഹിച്ചുവെന്ന് ചരിത്രകാരന്മാരെല്ലാം പറയുന്ന കൃത്യമായൊരു വികസന മാതൃകയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ആ വികസന മാതൃക നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കതിപ്പോൾ മരിക്കുകയാണെന്ന് ഉറപ്പായൊരു കാരണവർ ഈ മണ്ണിൻ്റെ അടിയത്തൊക്കെ കൂടെ മാറ്റിയിട്ട് കഴിക്കാൻ തുടങ്ങിയെന്ന് വയ്ക്കുക. ഇതുപോലെയാണ് ഇന്ന് ഇനിയൊരു കേരളമില്ല, ഇനിയൊരു സർക്കാരില്ല എന്ന രൂപത്തിൽ വളരെ വൈകാരികമായി മാത്രം കാര്യങ്ങൾ നേരിടുകയും യാഥാർത്ഥ്യബോധം തീരെ ഇല്ലാത്ത രൂപത്തിലാണ് ഇന്ന് ഈ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി റിഫ്ലക്ഷൻ മാത്രമാണ് ഇത് തെറ്റായ ഒരു രൂപത്തിലുള്ളൊരു പരിഷ്കരണത്തിലേക്ക് പോകുന്നത്. തീർച്ചയായും മാറ്റം അനിവാര്യമായ ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ ആവശ്യമാണ്. എന്നാൽ അധ്യാപക സംഘടനകളടക്കം ഇതിനെ എതിർത്തുകൊണ്ട് സമര പരിപാടികളിലേക്ക് അടക്കം നീങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാറ്റം അനിവാര്യമല്ലേ? യെസ്, മാറ്റം വേണം, അതിൽ തർക്കമില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നടന്നത് 25 ശനിയാഴ്ചകൾ കൂടി വർക്കിംഗ് ഡേകളായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എറണാകുളം ജില്ലയിലെ ഒരു മാനേജർ, അദ്ദേഹം തന്നെയാണ് അവിടുത്തെ HM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്തൊരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊരു പഠനത്തിന് ശേഷം സർക്കാർ ചിന്തിക്കണം, അങ്ങനെ എന്തോ ഒരു പരാമർശമാണ് ആ കോർട്ട് ഓർഡർ, അതിൽ കോടതിയിലെ പരാമർശം ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് 25 ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ ചർച്ച കുറച്ചുകൂടി, ഇപ്പോൾ ആദ്യത്തെ ശനിയാഴ്ച പ്രതിപക്ഷ അധ്യാപക സംഘടനകളെല്ലാവരും കൂട്ടലീവ് എടുത്ത് പ്രതിഷേധിച്ചു. 29-ാം തീയതി ജൂൺ 29 ശനി ക്ലസ്റ്ററായിരുന്നു. അത് ആ ആഴ്ചയിലെ 6ാം പ്രവൃത്തി ദിവസമാണ്. അപ്പോൾ എല്ലാ പ്രതിപക്ഷ അധ്യാപകരും സംഘടനയിലെ ആളുകളും ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ടും വേറെ ചില ആളുകൾ കരിദിനം ആചരിച്ചുമൊക്കെ പ്രതിഷേധിച്ചു. ഇപ്പോൾ ഇതൊരു സർക്കാർ അധ്യാപക ഏറ്റുമുട്ടൽ
എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടിയാണ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ 2002 എന്ന് തോന്നുന്നു എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അധ്യാപക സമരമുണ്ടായത്. ദീർഘമായ ഒരു അധ്യാപക സമരം ഉണ്ടായി. അന്നാണ് അദ്ദേഹം ഈ അധ്യാപകരുടെ ജോലിയും അവരുടെ ദിവസവും അവരുടെ കണക്കൊക്കെ എടുത്ത് പുറത്തുവിട്ട് ഈ സമൂഹവും അധ്യാപകർക്കെതിരാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഇപ്പോഴും ഇനി ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതാണ് സംഭവിക്കുക. അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുറേ വെക്കേഷനുള്ള, കുറേ ദിവസം ഒഴിവുള്ള, പണിയെടുക്കാത്ത, ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് എന്ന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ അധ്യാപകരുടെ ഡിഗ്നിറ്റിയെ ഇടിച്ചു താഴ്ത്തുന്ന, അന്തസ്സ് തകർത്തു കളയുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കാണിത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതും ഇനി അങ്ങോട്ടാണ് കൂടുതലായിട്ട് പോവുക. ഇന്നിപ്പോൾ ഞാനൊരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത് അവിടുന്ന് ഒരാൾ ചോദിക്കണ്ടായി, ഏകദേശം ഇതേ ഒരു സാധാരണക്കാരനായ ഒരാൾ ചോദിക്കേണ്ട ഇതേ പരാമർശങ്ങൾ. യഥാർത്ഥത്തിൽ പിന്നെ ഒരു തെറ്റായ രീതിയാണ് അത് ചെയ്യുന്നത്. അധ്യാപക സമൂഹത്തെ അങ്ങനെ സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ളത്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സ്റ്റാഫാണ്, വെക്കേഷനുള്ള ഉദ്യോഗസ്ഥരാണ്. അധ്യാപകരല്ലാത്ത ചില ആളുകൾ അങ്ങനെ വെക്കേഷനുള്ള ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ വെക്കേഷൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥർ വേറെയുണ്ട്. വെക്കേഷൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും, അവരുടെ കാഷ്വൽ ലീവിൽ വ്യത്യാസമുണ്ട്, അവരുടെ ഹാഫ് പേ ലീവിൽ വ്യത്യാസമുണ്ട്, അവർക്ക് ഏൺ ലീവ് സറണ്ടറുണ്ട്, അങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. അതൊന്നും ഈ അധ്യാപകർക്കില്ല. അതായത് വെക്കേഷൻ അധ്യാപകർ മാത്രമല്ല, വെക്കേഷൻ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണോ അതൊന്നും അവർക്കില്ല. അപ്പോൾ ഇതൊന്നും ചർച്ചയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാതെ കുറഞ്ഞ ദിവസങ്ങൾ പണിയെടുക്കുന്ന, ഒരുപാട് ദിവസം അവധി ആസ്വദിക്കുന്ന ആളുകളാണ് അധ്യാപകർ എന്ന ഒരു തെറ്റായ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ ഒരു ചർച്ചയിലേക്ക് പലപ്പോഴും ഇങ്ങനത്തെ സംഗതികൾ, അത് ശ്രീ എ കെ ആൻ്റണിയുടെ കാലം മുതലാണ് ആദ്യമായിട്ട് തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് ഒരിക്കലും ഇത് പോകാൻ പാടില്ല. അത് ശരിയല്ല എന്നാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതൊരു സംഗതി, മാറ്റം എങ്ങനെയാണ് വേണ്ടത്? മാറ്റം വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലേ, നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നമ്മൾ മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തു. അതിൽ കേരളത്തിൻ്റെ സ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ വളരെ പിന്നിലാണ്. വളരെ പിന്നിലാണെന്ന് പറഞ്ഞാൽ 18ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. പൊതുവിൽ എല്ലാ കാര്യങ്ങളിലും പിന്നോക്കാവസ്ഥ പറയപ്പെടാറുള്ള ബീഹാറിനും താഴെയാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം നിലനിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ, നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പറയുന്നത്. അപ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ വേണം. അത് എവിടെയാണ് മാറേണ്ടത്? എങ്ങനെയാണ് മാറ്റങ്ങൾ വേണ്ടത്? നല്ല പഠനങ്ങൾ നടത്തി പിന്നെ അതിനനുസരിച്ചുള്ള മാറ്റമാണ് ഉണ്ടാകേണ്ടത്. 25 ദിവസം അധികം പഠനം നടത്തിയുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസം നമ്മൾ 18ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മാറൂല. കാരണം അവിടെ പറയുന്നത് കുട്ടികൾക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യുന്നിടത്ത്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യുന്നിടത്താണ് കേരളത്തിലെ അത്തരം ഒരു സർവേയാണ് നടന്നത്. അതിൻ്റെ ബേസിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം പിന്നിലാണ് എന്ന് പറയുന്നത്. അത് ദിവസം കൂട്ടിക്കൊണ്ട് മാറൂല. അത് മാറണമെങ്കിൽ എന്തു വേണം? സിലബസിൽ മാറ്റം വേണം. കുട്ടികളെ ഏതു മേഖലയിലാണോ പിന്നിൽ നിന്ന് നിൽക്കുന്നത് എന്ന് പറയും, അതിനനുസൃതമായ പാഠ്യപദ്ധതി വരണം. ഇവിടെ നടക്കുന്നത് എന്താണ്? നമ്മുടെ കേരളത്തിൽ പരീക്ഷണങ്ങൾക്കുമേൽ പരീക്ഷണങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിം സെറ്റ് ചെയ്തപ്പോൾ എന്താണ് ഇവിടെ നടന്നത്? വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. യൂറോപ്യന്മാർ ചവച്ചു തുപ്പിയ, വേണ്ടെന്ന് തീരുമാനിച്ച ആ വൃത്തികേടുകളെല്ലാം ഈ ക്യൂർ തിയറിയും ജെൻഡർ തിയറിയും പല പേരുകൾ പറഞ്ഞ് വിദ്യാഭ്യാസ കരിക്കുലത്തിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് പോലും ഇതൊക്കെ നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ള പഠനം പോലും നടക്കാതെ അതിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന രീതിയാണ്. ഓരോ ഗവൺമെൻറ്റും ഇഷ്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ മാറുകയാണ്. ഏതെങ്കിലും ചില പ്രത്യേക ഐഡിയോളജിയുടെ ബേസിലുള്ള ആളുകൾ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ പത്ര സ്വാധീനം അവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ ആ ആശയങ്ങളിലേക്ക് കൊണ്ടുവരുന്ന തലത്തിലുള്ള പരീക്ഷണങ്ങൾ വിദ്യാഭ്യാസത്തിനകത്ത് നടത്തുന്നു എന്നതല്ലാതെ ഒരു പഠനത്തിന് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്കല്ല പലപ്പോഴും അതല്ല ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഓൾ പ്രൊമോഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഓൾ പ്രൊമോഷൻ എന്നുള്ളത് എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ അതിപ്പോൾ SSLC റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞതാണ്, നിലവിൽ നിലനിൽക്കുന്ന
SSLCയുടെ മാർക്ക് രീതി മാറും. അനിവാര്യമായും നിശ്ചിത ശതമാനം സ്കോർ 30% എന്നൊരു കണക്കെന്ന് വിദ്യാഭ്യാസ മന്ത്രി, ആ സ്കോർ മാർക്ക് നേടിയാൽ മാത്രമേ വിജയിക്കൂ എന്ന രൂപത്തിലേക്ക് നമ്മുടെ ക്രൈറ്റീരിയ മാറുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അന്ന് പ്രഖ്യാപിച്ചാണ്. അപ്പോൾ ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പ്രശ്നം ഈ മാർക്കും ഓൾ പ്രൊമോഷനുമൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധ്യാപന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സമയത്തിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏത് സമയം? ക്ലാസ് സമയങ്ങളിൽ പലപ്പോഴും അവർക്ക് UDISൻ്റെ പോർട്ടൽ മാനേജ് ചെയ്യണം, മറ്റു പല തരത്തിലുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പുകൾ, ഒരുപാട് അതർ ആക്ടിവിറ്റീസിൽ അധ്യാപകർ വെറുതെ ഇരിക്കുന്നവരല്ല. അവർ വീട്ടിൽ പോയാലും അവർ സ്കൂളിലായിരിക്കുമ്പോഴും അധിക ജോലിയുടെ ഒരു ഭാരം പലപ്പോഴും അധ്യാപകർ നന്നായി അനുഭവിക്കുന്നുണ്ട് എന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ കുട്ടികൾ നേരിടുന്ന വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂസ് നമ്മൾ വ്യാപകമായി, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡാനന്തരം ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുടെ വ്യാപനത്തിന് ശേഷം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള നമ്മുടെ വലിയൊരു ചർച്ചയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ EQ വ്യാപകമായി കുറയുന്നുണ്ട്. ഇമോഷണലായിട്ടുള്ള പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു, പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇതൊക്കെ ആര് മാനേജ് ചെയ്യണം? ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സ്കൂളിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുണ്ട്, പക്ഷേ പരിമിതമായ ദിവസങ്ങളിൽ പരിമിതമായ രൂപത്തിലാണുള്ളത്. സ്കൂൾ കൗൺസിലർമാരുണ്ട്, എല്ലാ തലങ്ങളിലും കൗൺസിലർമാരില്ല. ചില ഹൈസ്കൂളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് തന്നെ പരിമിതമായ ദിവസങ്ങളിലാണ് അവരെ നമുക്ക് കിട്ടുന്നത്. ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഈ നിലവിലുള്ള അധ്യാപകരെ തന്നെ അതിലൊരു ഇൻക്ലൂസീവിന് വേണ്ടി അവർക്ക് ആ പരിശീലനം കൊടുക്കാം, പക്ഷേ അതിന് അവർക്ക് എടുക്കുന്ന പീരീഡിനപ്പുറം ചെയ്യാനുള്ള സമയപരിമിതി അവർക്കുണ്ടാവും. അപ്പോൾ കുറേയധികം കുട്ടികളുടെ ഇമോഷണൽ കാര്യങ്ങൾ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, പിന്നീട് ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ, പലതരത്തിലുള്ള രേഖകൾ, ഒരുപാട് പോർട്ടലുകൾ, പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, ഇങ്ങനെ ഒരു വലിയ വർക്ക് ലോഡ് അധ്യാപകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അധ്യാപകർക്ക് കുറച്ചുകൂടി കുട്ടികൾ ഒരു യഥാർത്ഥ മെൻറ്റർ ആവാൻ, ഒരു യഥാർത്ഥ ഫെസിലിറ്റേറ്റർ ആവാൻ അധ്യാപകന് സൗകര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു തരത്തിലേക്കുള്ള മാറ്റങ്ങളാണ് വേണ്ടത്. അത് അല്ലാതെ ഇപ്പോൾ ഈ ശനി കൊണ്ടുവരണം എന്ന് പറയുന്ന ആളുകളുടെ വാദങ്ങളൊക്കെ വളരെ ബാലിശമാണ്. അവർ പറഞ്ഞത് കലോത്സവങ്ങൾക്ക് ദിവസങ്ങൾ പോകുന്നു, സ്പോർട്സിന് ദിവസങ്ങൾ പോകുന്നു, ശാസ്ത്രമേളക്ക് ദിവസങ്ങൾ പോകുന്നു. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. കലയും കായികവും അതുപോലെ തന്നെ ശാസ്ത്ര ചർച്ചകളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസം. അതിന് 1-2 ദിവസം പോകുന്നതും, അതുപോലെ തന്നെ ക്ലസ്റ്ററുകൾക്ക് ദിവസം ഇൻ സർവീസ് കോഴ്സുകൾ എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അത് ഏത് മേഖലയിലായിരുന്നാലും അത് എത്ര കണ്ടു കൊടുക്കുന്നു അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുക. അതൊക്കെ ദിവസം കുറയുന്നു എന്ന് കണക്കാക്കുന്നത് തീർത്തും ബാലിശമായ വാദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാറ്റം എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ, ഒന്ന് നല്ല പഠനങ്ങൾക്ക് ശേഷം വേണം. എന്തു പഠനത്തിന് ശേഷമാണ്, എന്തു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 25 ദിവസം കൂട്ടിയെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മറിച്ച് എവിടെയാണ് മാറേണ്ടത്, പ്രശ്നം പറയുന്നിടത്ത് കുട്ടികളുടെ ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കൈകാര്യം ചെയ്യുന്നിടത്ത്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനെ കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മൾ പിന്നിലെന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളുടെ എണ്ണം കൂട്ടുന്നതിലൂടെ കുറക്കുന്നതിലൂടെ അല്ല പരിഹരിക്കപ്പെടുക. മറിച്ച് കൃത്യമായ പഠനത്തിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ജനാധിപത്യപരമാകണം. ഇവിടെ എല്ലാ കാലഘട്ടത്തിലും വിവിധ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ചർച്ചകൾ നടത്തി എല്ലാ സംഗതികളായിട്ട് മുന്നോട്ട് പോകാറുള്ളത്. ഇത് ഏകപക്ഷീയമായി അത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ കാരണമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും മാറ്റം അനിവാര്യമാണ്. എന്നാൽ അത് വളരെ കൃത്യമായ പഠനത്തിന് വിധേയമാക്കപ്പെട്ടതിന് ശേഷം റിസൾട്ട് ഓറിയൻറ്റഡായി തന്നെയായിരിക്കണം അത്തരം മാറ്റങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.